ഇത്തവണ എങ്ങനെയാണ് പത്തനാപുരത്ത് തെരഞ്ഞെടുപ്പ് ആവശ്യം? ഇത്തവണ പത്തനാപുരത്ത് UDF ജയിക്കും. സംസ്ഥാനത്ത് UDF അധികാരത്തിൽ വരും. അപ്പുറത്ത് നിൽക്കുന്നത് ഗണേഷ് കുമാറാണ്. ഗണേഷ് കുമാറിനെ പൊതുവെ വിശേഷിപ്പിക്കുന്നത് ഒരു അദ്ദേഹത്തിന് ഒരു പബ്ലിക് ഫിഗർ ആയിട്ട് തന്നെയാണ് ഇപ്പോൾ കണക്ക് കൂട്ടുന്നതും ഒക്കെ. അത് തരത്തിൽ ബാധിക്കുമോ? ഗണേഷ് കുമാർ അപ്പുറത്ത് നിൽക്കുന്നതാണ് നല്ലത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അപ്പുറത്ത് നയിക്കാൻ യോഗ്യനുമാണ്. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി ഈ നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ തവണ പരാജയപ്പെട്ട ഒരാളാണ്. എൻ്റെ കന്യാംഗം ഇവിടെയായിരുന്നു. ഞാനിവിടെ വന്ന് മത്സരിച്ചു, പരാജയപ്പെട്ടു. അന്ന് ജയിച്ചാലും പരാജയപ്പെട്ടാലും ഇവിടുത്തെ ജനങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഞാൻ വാക്ക് കൊടുത്തതാണ്. അതിനുശേഷം ഞാൻ സജീവമായി ഈ നിയമമണ്ഡലത്തിലുണ്ടായിരുന്നു. ഇങ്ങനെയും പറയാമോ, തോൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഗണേഷ് കുമാറിനെ തന്നെ തോൽപ്പിക്കണം, അങ്ങനെ ഒരു വാശിയുണ്ടോ? അങ്ങനെ ഞാൻ തൽക്കാലം പറയുന്നത് ജനാധിപത്യമല്ലേ, റിസൾട്ട് വരുമ്പോൾ കാര്യങ്ങൾ ബോധ്യപ്പെടും. ഞാനിപ്പോൾ നിൽക്കുന്നത് കറവൂർ ജംഗ്ഷനിലാണ്. ഈ ജംഗ്ഷനിലെ ഓരോ സ്ഥാപനങ്ങളും ഓരോ വീടുകളും എനിക്ക് സുപരിചിതമാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഈ പ്രദേശത്ത് ഏറ്റവും ചുരുങ്ങിയത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ കണ്ടു കാണുന്നത് ഒരു മലയോര മേഖലയാണ്. പ്രധാനപ്പെട്ട റോഡിൽ നിന്ന് ഒരുപാട് അകലെയാണ്, ഉള്ളിൽ നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ആഴ്ചയിൽ കുറഞ്ഞ ഒരു ദിവസമെങ്കിലും ഞാൻ ഈ പ്രദേശത്ത് വരാറുണ്ട്. ഇവിടെ രാഷ്ട്രീയത്തിന് അതീതമായി എനിക്ക് നല്ല വ്യക്തിബന്ധമുള്ള പ്രദേശമാണ്. ഇതുപോലെയാണ് ഈ മണ്ഡലത്തിലെ എല്ലാ പ്രദേശങ്ങളിലും 5 വർഷത്തിൻ്റെയും ഈ മണ്ഡലത്തിൽ കടന്നു ചെല്ലാത്ത മേഖലകളില്ല. നിങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ചെമ്പനരുവി വരെയുള്ള പ്രദേശം, താഴെ വരെയുള്ള പ്രദേശം ഈ മണ്ഡലത്തിൻ്റെ ഭാഗമാണ്. തികച്ചും മലയോര മേഖലയാണ്. അപ്പോൾ അങ്ങനെ സജീവമായി നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് ഇവിടുത്തെ ജനങ്ങളെ വലിയ വിശ്വാസമാണ്. അവർ എന്നെ കൈവിടില്ല എന്നെനിക്ക് ഉത്തമ വിശ്വാസമുണ്ട്. എതിരാളി ആര് എന്നുള്ളത് പ്രസക്തമല്ല. പ്രത്യേകിച്ച് KB ഗണേഷ് കുമാർ ആകുമ്പോൾ കഴിഞ്ഞ 5 തവണയായി ഇവിടെ നിൽക്കുന്ന ഒരാളാണ്, ജയിച്ചിട്ടുള്ള ഒരാളാണ്. ഞാൻ കഴിഞ്ഞ തവണ അവിടെ കടന്നു വരുമ്പോഴും പലരും പറഞ്ഞിരുന്നത് വീണ്ടും ഒരാൾ വരുന്നു, ഒരു നേർച്ച കോഴി വരുന്നു, മത്സരിക്കുന്നു, പോകുന്നു എന്നാണ്. എന്നാൽ മത്സരിച്ച് പരാജയപ്പെട്ട ശേഷം ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്ത് ഞാനിവിടെ തന്നെ താമസിച്ച് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ വൈഫിൻ്റെയും, ഈ ഒരു വൈഫേ ഉള്ളൂ കേട്ടോ, വൈഫിൻ്റെയും 2 മക്കളുടെയും വോട്ട് ഞാൻ പത്തനാപുരത്തേക്ക് തന്നെ ഷിഫ്റ്റ് ചെയ്ത് മാറ്റി ഇവിടുത്തെ വോട്ടർമാരായി. ഞാൻ 35-ാം ബൂത്തിലെ വോട്ടറാണ്. ഇവിടെ ക്യാമ്പ് ചെയ്ത് സജീവമായി പാർട്ടി ഏൽപ്പിച്ച ദൗത്യം ഏറ്റെടുക്കാൻ സന്നദ്ധമായി ഇവിടെ സജീവമായി രംഗത്തുണ്ട്. എല്ലാ അർത്ഥത്തിലും എല്ലാ രീതിയിലും ഞങ്ങൾ സജ്ജരായി നിൽക്കുകയാണ്. വിജയം ഞങ്ങൾക്ക് സുനിശ്ചിതമാണ്. ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇപ്പോൾ LDFന് സർക്കാർ വിരുദ്ധ വികാരം അഥവാ ആൻറ്റി ഇൻകംബൻസി ഫാക്ടറുണ്ട്. അതിനപ്പുറത്തേക്ക് സ്ഥാനാർത്ഥിക്ക് എതിർവികാരമുണ്ട്. പിന്നെ അതിനപ്പുറത്തേക്ക് ഈ അടുത്ത സമയത്തുണ്ടായ സംഭവവികാസങ്ങൾ അവിടെ നിൽപ്പുണ്ട്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി സാറ് മരിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. ശ്രീ VS അച്യുതാനന്ദൻ മരിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. ശ്രീ R ബാലകൃഷ്ണപിള്ള മരിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. ഇവർ 3 പേരും ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഈ ദൈവവിശ്വാസികളാണെങ്കിൽ അവർ സ്വർഗത്തിലിരുന്ന് എൻ്റെ വിജയം ആഗ്രഹിക്കുന്നുണ്ടാവും, ഈ 3 പേരും. കാരണം ബാലകൃഷ്ണപിള്ള സാർ എന്താ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം. ശ്രീ VS അച്യുതാനന്ദനെ എങ്ങനെയാണ് ശ്രീ KB ഗണേഷ് കുമാർ അഭിസംബോധന ചെയ്തിട്ടുള്ളതെന്ന് നമുക്കറിയാം. ശ്രീ ഉമ്മൻചാണ്ടിയെ അദ്ദേഹത്തിൻ്റെ ജീവിത സായാഹ്നത്തിൽ അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാൻ ഏറ്റവും നെറികെട്ട രീതി ഉപയോഗിച്ച ഒരു വ്യക്തിയാണ്. നമ്മളാരും പറഞ്ഞതല്ല, അത് കോടതിയിൽ ഉൾപ്പെടാനുള്ള തെളിവുകളുണ്ട്. അപ്പോൾ അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. അതുകൊണ്ട് തന്നെയാണോ? കാരണം ഞാൻ ചിലയിടങ്ങളിൽ പത്തനാപുരം മണ്ഡലങ്ങളിൽ ചിലയിടങ്ങളിൽ കാണുന്നുണ്ട് ഉമ്മൻചാണ്ടിയുടെ പോസ്റ്റർ വെച്ചിട്ട് ഈ ജനനായകനെ ഓർക്കണമെന്ന് പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റർ. അത് KB ഗണേഷ് കുമാറിനുള്ള മറുപടി ആയിട്ടാണോ വെച്ചിരിക്കുന്നത്? KB ഗണേഷ് കുമാറിനുള്ള മറുപടി എന്ന് വെച്ചാൽ അതൊക്കെ ജനങ്ങൾ ചിന്തിക്കില്ലേ. ഞാൻ ചോദിക്കട്ടെ, ഈ സംസ്ഥാനത്ത് ഇടത് വലത് വ്യത്യാസമില്ലാതെ ഇത്രയേറെ ജനപ്രീതി ഉണ്ടായിരുന്ന ഒരു നേതാവ് ആരായിരുന്നു? നമ്മളെല്ലാവരും കണ്ടതല്ലേ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യനാളുകളിൽ രാഷ്ട്രീയമായ തൻ്റെ ലാഭത്തിന് കൂട്ടുനിന്നില്ല എന്നതിൻ്റെ പേരിൽ മാത്രം അദ്ദേഹത്തെ വ്യക്തിഹത്യയല്ല, അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാൻ സ്ത്രീ വിഷയം ഏറ്റവും നീചമായ മാർഗം ഉപയോഗിച്ച ഒരാളാണ് ശ്രീ KB ഗണേഷ് കുമാർ എന്ന് ഞാൻ പറയണം. അത് CBI കോടതിയുമായി ബന്ധപ്പെട്ട കേസുകളിൽ, ഇപ്പോൾ കൊട്ടാരക്കര കോടതിയിൽ നടക്കുന്ന കേസിലൊക്കെ നിരവധിയായ സാക്ഷികൾ അത് പറയുന്നുണ്ട്. മാത്രമല്ല, ജയിലിൽ നിന്ന് കൊടുത്തയച്ച ഒരു കത്ത്, ആ കത്തിൽ അധികമായി പേജുകൾ എഴുതി ചേർത്ത് ഉമ്മൻചാണ്ടി സാറിൻ്റെ പേരുകൂടി എഴുതി ചേർത്തൊക്കെ നമ്മുടെ മുമ്പിൽ ഒരു ചർച്ചയായി നിൽക്കുകയാണ്, ഒരു വിഷയമായി നിൽക്കുകയാണ്, ഒരു വസ്തുതയായി നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഇതൊക്കെ ജനങ്ങളുടെ മനസ്സിലുണ്ട്. ഉമ്മൻചാണ്ടി കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച്, വോട്ടർമാരെ സംബന്ധിച്ച്, മലയാളികൾ എവിടെയുണ്ടോ അവർക്കെല്ലാം ഉമ്മൻചാണ്ടി ഒരു വികാരമുണ്ട്. ആ ഉമ്മൻചാണ്ടി ഇല്ലായ്മ ചെയ്തതിനെ സംബന്ധിച്ച് സ്വാഭാവികമായും ചർച്ച ഉണ്ടാകും. ജനങ്ങൾ ചിന്തിക്കും, അനുസരിച്ച് പ്രതികരിക്കും.
ഇപ്പോൾ കെ വി ഗണേഷ് കുമാറിനെതിരെ ഭാര്യ തന്നെയാണ് ഇപ്പോൾ ഒരു ആരോപണമായിട്ട് രംഗത്ത് വരികയും പരാതി നൽകുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നത്. അത് ശരിയായ രീതിയിൽ UDF ഒരു ആയുധമാക്കാൻ പറ്റിയില്ല എന്ന് തോന്നുന്നുണ്ടോ? അയ്യോ, അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞങ്ങൾ കടക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്നും ഇതിന് സമയം കാണും. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഭാര്യ ഇപ്പോൾ പരാതിയായിട്ട് വന്നു, നേരത്തെയുള്ള ഭാര്യ നേരത്തെ പരാതിയായിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണ്, ഈ സ്ത്രീ പക്ഷ നിലപാടുകൾ മൈക്കിന് മുന്നിൽ വിളമ്പാൻ അദ്ദേഹത്തിന് വലിയ മിടുക്കാണ്. ഒരു ജനപ്രതിനിധി, നമ്മൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഓഡിറ്റ് ചെയ്യപ്പെടുന്നത് പൊളിറ്റീഷ്യൻസാണ്, ജനപ്രതിനിധികളാണ്, പൊതുപ്രവർത്തകരാണ്. ശ്രീ കെ പി ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തെ സ്റ്റേറ്റ്മെൻറ്റ്, എനിക്ക് 5000 കാമുകിമാരുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. ഇതിനേക്കാൾ നല്ലത് ഞാൻ കൃഷ്ണനാണ് എന്ന് പറയാതിരുന്നത് മഹാഭാഗ്യം. അദ്ദേഹം എന്തും പറയും, ഞാനൊന്നും കോട്ട് ചെയ്യുന്നില്ല. പക്ഷേ 5000 കാമുകിമാരുണ്ടായിരുന്നു എന്ന് അദ്ദേഹം തന്നെ പരസ്യമായി പറയുമ്പോൾ അദ്ദേഹം എന്താ ഉദ്ദേശിക്കുന്നത്? ഈ സ്ത്രീ വിരുദ്ധത ആ സ്റ്റേറ്റ്മെൻറ്റിൽ എത്രത്തോളം ഉണ്ട് എന്ന് താങ്കളൊന്ന് പരിശോധിക്കും. താങ്കളൊരു സ്ത്രീയല്ലേ, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? ഒരു പൊതുപ്രവർത്തകൻ്റെ ഭാഗത്തുനിന്ന് ശരിയാണോ? അപ്പോൾ ആ രീതിയിൽ ഇത്തരം വിഷയങ്ങൾ ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം കൃത്യമായി CPM ഉപയോഗിച്ചിരുന്നു, അത്തരത്തിൽ ഉപയോഗിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത്. അങ്ങനെയല്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഇല്ലാത്ത വിഷയത്തിൻ്റെ പേരിൽ ഉൾപ്പെടെ അദ്ദേഹത്തിനെതിരായി FIR ഇട്ടത് നമുക്കറിയാം. അദ്ദേഹത്തെ നമ്മൾ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി പുറത്താക്കി ഒക്കെ ശരിയാണ്. കൃത്യമായ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു. ഇവിടെ എന്തുകൊണ്ടാണ് ഗണേഷ് കുമാറിനെതിരെ ആ യാഡ് സ്റ്റിക്ക് എടുക്കാത്തത്? എന്താണ് നിങ്ങൾ മാധ്യമങ്ങൾ ആ വിഷയം ആ രീതിയിൽ കാണാത്തത്? അദ്ദേഹത്തെ സംബന്ധിച്ച്, ശ്രീ കെ പി ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് ഇത് അദ്ദേഹത്തിന് ലൈസൻസ് കൊടുത്തിരിക്കുന്നുണ്ടാണ്. നേരത്തെ ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അന്ന് UDFൻ്റെ ഭാഗമായിരുന്നപ്പോൾ അദ്ദേഹത്തെ മാറ്റി നിർത്തിയതിനാണ് ഞാൻ മുമ്പ് പറഞ്ഞ ശ്രീ ഉമ്മൻചാണ്ടിയെ അദ്ദേഹം വ്യക്തിപരമായി തെരഞ്ഞെടുപ്പ് ചെയ്തത്. ഇവിടെ അദ്ദേഹത്തെ മാറ്റി നിർത്തേണ്ട ബാധ്യത LDF ഉണ്ടായിരുന്നു, പക്ഷേ ചെയ്തില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കാനോ, അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ ഒരു ദിവസം ഒന്ന് പറഞ്ഞു, രണ്ടാമത്തെ ദിവസം ഞാൻ ഈ പരാതി ഇല്ല എന്നല്ല, ഞാൻ തൽക്കാലം മറ്റു പരാതികളുമായി മുന്നോട്ട് പോകുന്നില്ല എന്നാണ് പറയാം. ഒരു മന്ത്രിയുടെ വീട്ടിൽ മന്ത്രിയുടെ ഭാര്യ മന്ത്രിയുടെ അവിഹിതം മന്ത്രിയുടെ ബെഡ്റൂമിൽ തന്നെ കണ്ടെത്തിയെന്ന് മന്ത്രിയുടെ ഭാര്യ പരസ്യമായി പറയുകയും തന്നെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയുകയും ചെയ്താൽ യാമിനി തങ്കച്ചി പറഞ്ഞത് ഒരു പറഞ്ഞതും തമ്മിൽ എന്താ വ്യത്യാസം? അപ്പോൾ അയാളുടെ ക്യാരക്ടറിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് തുടർച്ചയായി നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. എന്നിട്ട് പിന്നെ ഞങ്ങളെ ഒന്നും മര്യാദ പഠിപ്പിക്കാൻ വരാതിരുന്നാൽ മതി. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഞങ്ങൾ നടപടിയെടുത്തു, പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ ഗുണദോഷിക്കാൻ വന്നതാരാ? അപ്പോൾ ഇതൊക്കെ ജനങ്ങൾക്കറിയില്ലേ. നമ്മളെ സംബന്ധിച്ച് ഈ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരെ സംബന്ധിച്ച് നല്ല ബോധ്യമുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ സംസ്ഥാനത്ത് UDF സർക്കാർ മടങ്ങി വരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. തീർച്ചയായിട്ടും ജനങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നത് തന്നെയാണ്. ഇപ്പോൾ ഗണേഷ് കുമാർ ഏത് ഉദ്ഘാടനത്തിന് പോകുമ്പോഴും അദ്ദേഹം പറയുന്നൊരു കാര്യം, പത്തനാപുരത്ത് പല കാര്യങ്ങളും താൻ കൊണ്ടുവന്നിട്ടുണ്ട്, വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ മണ്ഡലങ്ങളിൽ ഇപ്പോൾ പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞല്ലോ, ഈ ഘട്ടങ്ങളിൽ എന്താണ് തോന്നുന്നത്? ആളുകൾ എന്താണ് അതേക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്? നിങ്ങൾ ഏതുവഴിയാണ് വന്നേ ഇങ്ങോട്ട്? റോഡ് വഴി. നിങ്ങൾ അലിമുക്കിൽ വന്നിട്ട്, അല്ലെങ്കിൽ പിറവന്തൂർ വന്ന അലിമുക്കിൽ വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ ഈ റോഡ് വളരെ വൃത്തിയായി കിടന്നൊരു റോഡാണ്. ഇവിടെ ജർമ്മൻ ടെക്നോളജി കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഈ അലിമുക്കിൽ നിന്ന് ഇവിടെ കറവൂർ വഴി കുന്നല വഴി, നിങ്ങൾ പറ്റുമെങ്കിൽ ഈ റോഡിൽ തന്നെ പോകണം. കുന്നല വഴി പത്തനാപുരത്തെത്തി, പത്തനാപുരത്ത് നിന്ന് ഏനാത്ത് വരെയുള്ള ഏനാത്ത് വരെയുള്ള ഭാഗത്ത് ഉണ്ടായിരുന്ന റോഡ് പൊളിച്ചിട്ട് ഞാനിവിടെ ജർമ്മൻ ടെക്നോളജിയിൽ FDR ടെക്നോളജി കൊണ്ടുവരുമെന്ന് പ്രസ്താവിച്ച ആളാണ്. പ്രസ്താവിച്ചിട്ട് 4 വർഷം കഴിഞ്ഞു. ഇവിടുത്തെ ജനങ്ങൾ, ഈ പ്രദേശത്തുള്ള ജനങ്ങൾ അവരനുഭവിക്കുന്ന ദുരിതം ഞാനൊന്ന് മാറിക്കഴിയുമ്പോൾ നിങ്ങൾ ഈ കടകൾ കയറി ഒന്ന് ചോദിക്കണം ഈ റോഡിൻ്റെ അവസ്ഥയെക്കുറിച്ച്. നിങ്ങൾക്ക് അതിനെ ബോധ്യപ്പെട്ടാണല്ലോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ വികസനത്തെ സംബന്ധിച്ച്. ഈ നിയോജക മണ്ഡലത്തിൽ 2001 ശേഷം അദ്ദേഹം MLA ആയിരിക്കുമ്പോൾ എന്തെങ്കിലും വികസനം നടന്നിട്ടുണ്ടെങ്കിൽ ആ വികസനം നടന്നിട്ടുള്ളത് UDF സർക്കാർ അധികാരത്തിലിരിക്കുമ്പോഴാണ്. ഇവിടെ താലൂക്ക് കൊടുത്തത് UDF സർക്കാർ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്. ഇവിടെ ഈ പറയുന്ന പാലങ്ങൾ വന്നിട്ടുള്ളത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും UDFൻ്റെ മുഖ്യമന്ത്രിമാരുള്ളപ്പോഴും. അപ്പോൾ UDFൻ്റെ കാലത്തുണ്ടായിട്ടുള്ള വികസന കാര്യങ്ങൾ ഒഴിച്ചാൽ ഒറ്റ കാര്യം താങ്കൾ സഹോദരി ഈ ഗണേഷ് കുമാറിനെ കാണുന്നതിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് ഒരു തീരുമാനമെടുത്ത് നടപ്പിലാക്കിയ ഒരു പദ്ധതി എന്ന് പറയാൻ പറഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് തീരുമാനമെടുത്ത് നടപ്പിലാക്കിയ പദ്ധതി. അപ്പോൾ അദ്ദേഹം പറയും ഞാൻ താലൂക്ക് ആശുപത്രി കൊണ്ടുവരുന്നു. അത് പദ്ധതിയായിട്ടുണ്ട്, ശരിയാണ്. എന്നാൽ തുടങ്ങിയെന്നറിയാമോ താലൂക്ക് ആശുപത്രി? ഈ പത്തനാപുരം താലൂക്ക് രൂപീകൃതമായത് 2013 13 വർഷം കഴിഞ്ഞപ്പോൾ ഞാനൊരു സ്കെൽറ്റൻ ഉണ്ടാക്കിയെന്ന് പറയുന്നതല്ല. ഞാൻ ചോദിച്ചത് 2021 അദ്ദേഹം MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം 2021 MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം
അദ്ദേഹം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ഇറക്കി, ഒരു ഗവൺമെൻറ് ഓർഡർ ഇറക്കി ഇവിടെ ആരംഭിച്ചിട്ടുള്ള ഒരു നല്ല പദ്ധതിയെക്കുറിച്ചൊന്ന് പറയാൻ പറയണം. വട്ടപൂജ്യമാകും, വട്ടപൂജ്യം. ഇവിടുത്തെ റോഡുകളുടെ അവസ്ഥ നോക്കൂ. നിങ്ങളിപ്പോൾ ഞാൻ ഇപ്പോൾ സംസാരിക്കുന്ന തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയ വന്യജീവികളുടെ ആക്രമണം തൊട്ടടുത്ത് ഈ അടുത്ത സമയത്താണ് ഒരു വീട്ടിലെ കിണറ്റിൽ നിന്ന് പുലിയെ പിടിച്ചത്. ഇവിടെ ഒരു കൃഷിയും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം, സാധാരണക്കാർക്ക് ഒരു കൃഷിയും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം. ആന ഈ തൊട്ടപ്പുറത്ത് 1 കിലോമീറ്റർ അപ്പുറത്തോട്ട് ഇരുന്നാൽ എല്ലാ ദിവസവും റോഡിൽ ആനയുണ്ട്. സന്ധ്യ കഴിഞ്ഞാൽ റോഡിൽ ആർക്ക് യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യം, കാർഷിക ഉൽപ്പന്നങ്ങൾ വിളവെടുക്കാൻ കഴിയാത്ത സാഹചര്യം. ഇതൊക്കെ പിന്നെന്താ കോമൺ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ പരിഹരിക്കാൻ ഇടപെടൽ ഉണ്ടാകണ്ടേ? അപ്പോൾ റോഡുകൾ എന്തെങ്കിലും വികസനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് UDFൻ്റെ കാലത്ത് ഉണ്ടായിട്ടുള്ള വികസനമല്ലാതെ മറ്റൊന്നുമില്ല. ഇപ്പോൾ 2020 താരങ്ങളെയാണ് ഇറക്കിയിട്ടുള്ളത്, കൂടുതൽ സിനിമാ താരങ്ങളുണ്ട്, ബിഗ് ബോസ് താരങ്ങളൊക്കെയാണ് ഇറക്കിയിട്ടുള്ളത്. അത് എത്രയും തരത്തിൽ അവർക്ക് ഉപയോഗപ്പെടാമോ? 2020 സ്ഥാനാർത്ഥി എനിക്കറിയില്ല, NDAയുടെ സ്ഥാനാർത്ഥി ഇവിടെ ആരാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. 2020 ഒരു മുന്നണിയുടെ ഭാഗമായിരിക്കുന്നു. സ്വാഭാവികമായും അവർ NDAയുടെ ഭാഗമായിരിക്കുന്നു. അവരുടെ സ്ഥാനാർത്ഥികളെ സ്വാഭാവികമായിട്ടും പരീക്ഷകളെ നിർത്താനുള്ള അവകാശമുണ്ട്. അതൊക്കെ അവിടെ നടക്കട്ടെ. നമ്മൾ പൊളിറ്റിക്കലായിട്ടാണ് പോകുന്നത്. ഇവിടെ KB ഗണേഷ് കുമാർ 25 വർഷമായി MLA ആയിരിക്കുന്നു. അദ്ദേഹവുമായി ഞങ്ങൾ UDFകാർ നല്ലൊരു പോരാട്ടത്തിലാണ്. ഞങ്ങൾക്ക് UDFൻ്റെ മാത്രമല്ല LDFൻ്റെയും NDAയുടെയും ഭാഗത്തുനിന്ന് സാധാരണക്കാരായ ജനങ്ങൾ കാലാകാലങ്ങളിൽ അവർ വോട്ട് ചെയ്തിരുന്നവർ ഞങ്ങൾ വോട്ട് ചെയ്യുന്നു ഉറച്ച വിശ്വാസമുണ്ട്. നിങ്ങൾ അത് പറയുമ്പോൾ കഴിഞ്ഞ ഞങ്ങളുടെ ആത്മവിശ്വാസം എന്താ? കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇവിടെ ഞങ്ങൾക്ക് 8-ൽ 6 പഞ്ചായത്ത് വിജയിക്കാൻ കഴിയും. ഞങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന ഒരേ ഒരു പഞ്ചായത്താണ്. ഞങ്ങൾക്കിവിടെ ബ്ലോക്ക് പഞ്ചായത്തുകൾ ചരിത്രത്തിലാദ്യമായി പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് ജയിക്കാൻ കഴിഞ്ഞു. ഞങ്ങൾക്ക് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ ജയിക്കാൻ കഴിഞ്ഞു. ഞങ്ങൾ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് വന്നു. എന്നാൽ ഈ പറയുന്ന കേരള കോൺഗ്രസ് B ഗണേഷ് കുമാറിൻ്റെ പാർട്ടിക്ക് എത്ര പഞ്ചായത്ത് മെമ്പർമാരുണ്ടെന്നറിയാം? 5 പേരുണ്ട്. വെറും 5 പേർ. 150 പഞ്ചായത്ത് മെമ്പർമാരിൽ 5 പേരുള്ള ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് B. മനസ്സിലായില്ലേ? അതിനപ്പുറത്തേക്ക് ഞങ്ങളിവിടെ VD സതീശൻ നയിച്ച പുതുയുഗ യാത്ര വന്നു. അതിഗംഭീരമായിട്ടാണ് ഞങ്ങൾ നടത്തിയത്. അപ്പോൾ ഞങ്ങൾ ചിട്ടയായ പ്രവർത്തനം ബൂത്ത് ലെവലിൽ നിന്ന് ആരംഭിച്ച് ചിട്ടയായി നടത്തി ഞങ്ങൾ തിരഞ്ഞെടുപ്പ് നടത്താൻ വളരെ നേരത്തെ തന്നെ സജ്ജമായിരുന്നു. നിങ്ങൾ ഇപ്പോൾ ഈ മണ്ഡലത്തിലേക്ക് കടന്നു വന്നപ്പോൾ കണ്ടാണ് മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ പ്രചാരണ പരിപാടികളിൽ നല്ല മത്സരം നടക്കുകയാണ് അല്ലേ? ഫ്ലെക്സ് ബോർഡുകളുടെ കാര്യത്തിലായാലും പോസ്റ്ററിൻ്റെ കാര്യത്തിലായാലും ചൂരെഴുത്തിൻ്റെ കാര്യത്തിലായാലും ഒക്കെ ഞങ്ങൾ ചിട്ടയായി വളരെ നേരത്തെ ആരംഭിച്ചിരുന്നു. ഞങ്ങളുടെ ലക്ഷ്യം പത്തനാപുരം നിയോജകമായ ഈ വാർഡിലെ പഞ്ചായത്ത് അംഗമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ LDF ജയിച്ചിരുന്ന സ്ഥലമാണ്. ഞങ്ങൾ ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ ഇതൊക്കെ നമ്മുടെ ബ്ലോക്ക് പ്രസിഡൻ്റ് നിൽക്കുന്നു സുധീർ മലയിൽ, അദ്ദേഹത്തിൻ്റെ പ്രദേശം കൂടിയാണ്. ഞങ്ങൾ ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ അടിസ്ഥാന ജനവിഭാഗങ്ങളെ കൂടെ നിർത്തിക്കൊണ്ട് ചേർത്ത് നിർത്തിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയി. ഞങ്ങൾക്ക് വിജയിക്കുവാൻ കഴിഞ്ഞു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മെച്ചപ്പെട്ട വിജയം, വലിയ ഗംഭീരമായ വിജയം. ആ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വിജയിക്കാൻ കഴിയുന്ന ആത്മവിശ്വാസം.